വീണ്ടും വാർത്തകളിലേക്ക്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ നടൻ ദേവൻ. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചല്ല ചുമതലയേറ്റത്. കേരളത്തിൽ ബിജെപിയെ സജീവമാക്കുകയാണ് ലക്ഷ്യമെന്നും ദേവൻ ചാലക്കുടിയിലെ വീട്ടിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനമല്ല എൻ്റെ. ഉപാധ്യക്ഷനായിട്ടുള്ള പോസ്റ്റ് ഞാൻ ഏറ്റെടുത്തത് ഇത് കഴിഞ്ഞെന്ന് പറഞ്ഞൊരു സീറ്റ് കിട്ടുന്നത് അന്നും എനിക്കില്ലായിരുന്നു. കാരണം ഞാൻ രാഷ്ട്രീയം തുടങ്ങുന്നത് ഒരു സീറ്റ് കിട്ടി, ഒരു MLA ആയി, MP ആയി, ഒരു മന്ത്രിയായി, അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ സംഘടനാ രംഗത്ത് സജീവമായി നിൽക്കാൻ തന്നെയാണ്. സംഘടനാ രംഗത്ത് എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിയെ കേരളത്തിൽ വളർത്തുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ VN സുധീരൻ്റെ ആദർശത്തിലൂടെയാണ് BJPയിൽ ആരെയാണ് അങ്ങനെ അത്തരത്തിൽ മാതൃകയാണ്? മോഡിജി. വേറെ ആരും മോഡിജാണ്. ഈ BJPയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഉള്ള ലീഡേഴ്സൊക്കെ വളരെ കറകളഞ്ഞ്. കടുത്ത വേനലിലും ജലസമൃദ്ധമാണ് തൃശൂർ മരോട്ടിച്ചാൽ ചുള്ളിക്കാവ് ചിറ. വെള്ളം തടഞ്ഞു നിർത്താൻ ആധുനിക രീതിയിലുള്ള ഷട്ടർ നിർമ്മാണം പൂർത്തിയായതോടെ പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമത്തിനും ശാശ്വത പരിഹാരമായി. പുത്തൂർ പഞ്ചായത്ത് 7ാം വാർഡ് പരിധിയിൽ വരുന്ന മരോട്ടിച്ചാൽ ചുള്ളിക്കാവ് ചിറയാണ് വേനലിലും നിറഞ്ഞൊഴുകുന്നത്. പാഴായി പോകുന്ന വെള്ളം കൃത്യമായ അളവിൽ തടഞ്ഞു നിർത്തിയാൽ നിരവധി പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാനാകുമെന്ന ആശയമാണ് തകർന്നു കിടന്ന ഷട്ടറുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കാൻ ഇടയായത്. ഇതിനായി പഞ്ചായത്തിൽ നിന്നും 4,50,000 രൂപയും അനുവദിച്ചു. ഇത്രയും കുറവ് തുകയ്ക്ക് നല്ല രീതിയിൽ ഷട്ടർ പുനഃസ്ഥാപിക്കുക എന്നത് ചോദ്യചിഹ്നമായതോടെയാണ് ചിറ സംരക്ഷണ സമിതി പ്രവർത്തകർ മുന്നോട്ട് വന്നത്. കരാറുകാരനിൽ നിന്നും ഉപകരാർ എടുത്ത ശേഷം നിർമ്മാണ സാമഗ്രികൾ എത്തിച്ചു. നിരവധി പേർ ഉൾപ്പെടുന്ന ചിറ സംരക്ഷണ സമിതി പ്രവർത്തകർ തങ്ങൾക്ക് കഴിയാവുന്ന വിധത്തിൽ സൗജന്യമായി പണികൾ ചെയ്തു നൽകി. ദിവസേന 10ഓളം പേർ മാറി മാറി നവംബർ 10 മുതൽ ആരംഭിച്ച പണികൾ ഡിസംബർ 6-ന് പൂർത്തിയാക്കി. ഇവിടെ ഒരു ജനകീയ സമിതിയുടെ സമര പോരാട്ടങ്ങളുടെ ഭാഗമായി കുറേ നാൾ പറ്റാതിരുന്ന ചിറ പുനഃസ്ഥാപിക്കുകയും പഞ്ചായത്ത് അതിന് വലിയ ഊർജം നൽകുകയും ചെയ്തു. അതിനുശേഷം 3 വർഷത്തിന് ശേഷം ഇതിൻ്റെ മരപ്പലക കൊണ്ടുണ്ടായിരുന്ന ചീപ്പുകളെല്ലാം ദ്രവിച്ചു പോവുകയും ഇപ്പോൾ അത് നല്ല രീതിയിൽ കോൺക്രീറ്റിനുള്ളിൽ തന്നെ സ്റ്റീൽ ഷട്ടറുകളാക്കാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ നാട്ടുകാരനായ ഓപ്പൺ ജോണിയാണ് അത് കോൺട്രാക്റ്റ് എടുത്തിരുന്നത്. ഓപ്പൺ ജോണിയുടെ തന്നെ നാടിൻ്റെ വികസനം എന്നുള്ള നിലയിൽ കണ്ട് ഇത് പണി ചെയ്യുവാനുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് അത് ഈ ചുള്ളിക്കാവ് ചിറ സംരക്ഷണ സമിതിയെ തന്നെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. കഠിനാധ്വാനവും കൂട്ടായ പ്രവർത്തനവും ഒത്തൊരുമിച്ചപ്പോൾ 15 ലക്ഷത്തിൽ പരം രൂപ ചിലവ് വരുന്ന പണികൾ കേവലം 5 ലക്ഷം രൂപയിൽ ചെയ്തു തീർക്കാനായി. 2 ചീപ്പുകളും ഒരു റെഗുലേറ്റിംഗ് ഷട്ടറുകളും ഉൾപ്പെടെ 3 ഷട്ടറുകളാണ് ആധുനിക രീതിയിൽ സ്ഥാപിച്ചത്. വെള്ളത്തിൽ കിടക്കുന്ന ഇരുമ്പ് ഷീറ്റുകൾ തുരുമ്പ് പിടിക്കാതിരിക്കാൻ കവചമായി ടാർ ഷീറ്റും വശങ്ങളിലെ ലീക്ക് തടയാൻ സിലിക്കൺ കോമ്പൗണ്ട് പ്രൂഫും സ്ഥാപിച്ചു. ഇതോടെ ചുള്ളിക്കാവ് ചിറ ജലസമൃദ്ധമായി. ഒപ്പം പുത്തൂർ പഞ്ചായത്തിലെ 5 വാർഡുകളിലെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമത്തിനും ശാശ്വത പരിഹാരമായി. ജലം സമൃദ്ധമായതോടെ പ്രദേശത്തെ യുവാക്കൾക്ക് നീന്തി കുളിക്കുന്നതിനായുള്ള ഇഷ്ടസ്ഥലം കൂടിയായി മാറുകയാണ് മരോട്ടിച്ചാൽ ചുള്ളിക്കാവ് ചിറ. ചിറ സംരക്ഷണ സമിതി പ്രവർത്തകരായ സോമൻ കാര്യാട്ട്, രാജേഷ് കാര്യാട്ട്, ജെയിംസ് വെള്ളാട്ടുപറമ്പിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. കുന്നംകുളം നഗരത്തിലെ വ്യാപാര സ്ഥാപനത്തിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മണ്ണുത്തി മുക്കാട്ടുകര സ്വദേശി കണ്ടത്ത് വീട്ടിൽ രാമൻകുട്ടിയുടെ മകൻ 40 വയസ്സുള്ള രാമചന്ദ്രനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലുള്ള ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡിന്റെ ഓഫീസിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പ്രദേശവാസികൾ സ്ഥലത്തെത്തി കുന്നംകുളം പോലീസിൽ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളം അഡീഷണൽ സബ് ഇൻസ്പെക്ടർ വിനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മൃതദേഹം കെട്ടഴിച്ചു. തുടർന്ന് കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് ഗുരുവായൂരിലെ ജീവനക്കാരനായ യുവാവ് കഴിഞ്ഞ 3 മാസം മുൻപാണ് കുന്നംകുളത്തേക്ക് സ്ഥലം മാറിയെത്തിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും.
കുന്നംകുളം കുറുക്കൻപാറയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിച്ച് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളം കുറുക്കൻപാറ തോലത്ത് വീട്ടിൽ 60 വയസ്സുള്ള ജെയ്സൺ, ഭാര്യ 55 വയസ്സുള്ള ജെയ്നി എന്നിവർക്കും ബൈക്ക് യാത്രികൻ ഗുരുവായൂർ സ്വദേശി ഏറത്ത് വീട്ടിൽ 18 വയസ്സുള്ള യദുവിനുമാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 8 മണിയോടെ കുന്നംകുളം കുറുക്കൻപാറയിൽ പുതുതായി നിർമ്മിക്കുന്ന പെട്രോൾ പമ്പിന് സമീപത്താണ് അപകടമുണ്ടായത്. ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ ദമ്പതികൾ റോഡ് മുറിഞ്ഞു കടക്കുന്നതിനിടെ കുന്നംകുളം ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് ഇരുവരെയും ഇടിക്കുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണാണ് 3 പേർക്കും പരിക്കേറ്റത്. അപകടത്തിൽ ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റ ദമ്പതികളെ നാട്ടുകാരുടെ നേതൃത്വത്തിലും ബൈക്ക് യാത്രികനെ കുന്നംകുളം ആക്സ് ആംബുലൻസ് പ്രവർത്തകരും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബൈക്ക് യാത്രികന് കാലിന് ഗുരുതരമായി പരിക്കേറ്റു. മേഖലയിലെ വെളിച്ചക്കുറവാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. കുന്നംകുളം അഞ്ഞൂർ കമ്പനിപ്പടിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടത്തിൽ യുവാവിന് പരിക്കേറ്റു. കുന്നംകുളം കിഴൂർ സ്വദേശി സുബിൻ രാജിനാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്നും വടക്കേക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശയിൽ വരികയായിരുന്ന സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന് മുകളിലേക്കും റോഡിലേക്കും തെറിച്ചു വീണ സ്കൂട്ടർ യാത്രികന് കാലിനുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ കുന്നംകുളം പരസ്പര സഹായ സമിതി ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം ഭാഗികമായും സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടിയിലെ റിട്ടയർഡ് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെ കൊലപാതകത്തിൽ പ്രതി പിടിയിൽ. മന്ത്രി കെ രാധാകൃഷ്ണന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് കൂർക്ക ഗ്രാമം പദ്ധതി പ്രകാരം നടത്തിയ കൂർക്ക കൃഷിക്ക് 100 മേനി വിളവ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.